കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. ഭീകരവാദികൾക്ക് ശക്തമായിട്ടുള്ള താക്കീതാണ് നമ്മുടെ പ്രധാനമന്ത്രി നൽകിയത്. ഇനി ഭീകരവാദികളോടുള്ള ഞങ്ങളുടെ നിലപാട് ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും, അതിൽ കുറഞ്ഞ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാന്റെ നട്ടലൊടിച്ചു, നമ്മുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ, പെങ്ങന്മാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരവാദികളെ ലോകത്തിൽ നിന്ന് തന്നെ നമ്മുടെ രാജ്യം മായ്ച്ചു കളഞ്ഞു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. അങ്ങനെ പാകിസ്ഥാന് കനത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള അറ്റാക്കിന് മുതിർന്നു. എന്നാൽ ഒരു ആണവ രാജ്യമാണ് എന്ന് പോലും നോക്കാതെ, ആ ആണവ ഭീഷണി പോലും വകവയ്ക്കാതെ പാകിസ്ഥാനെ നമ്മൾ കയറി അടിക്കുകയായിരുന്നു. ആണവ ഭീഷണി ഒന്നും കൊണ്ട് ഇനി നമ്മുടെ രാജ്യത്തേക്ക് വരരുത്, അത് ഏത് രാജ്യമായാലും വരരുത് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് ഭീകരരെ മാത്രമല്ല, ഭീകരരെ സഹായിക്കുന്നവരെയും ഇന്ത്യ തകർക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് ചൈനയ്ക്കുള്ള ഒരു താക്കീതായി ആ സമയത്ത് വ്യാഖ്യാനിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് ഏത് ആണവ രാജ്യമായിരുന്നാലും ഇന്ത്യ കയറി അടിച്ചിരിക്കും എന്ന് തന്നെയാണ്. പാകിസ്ഥാനിൽ ആണവ നിലയം അല്ലെങ്കിൽ ആണവ ഇൻസ്റ്റലേഷൻ, ന്യൂക്ലിയർ ഫെസിലിറ്റി നമ്മുടെ രാജ്യം തകർത്തു എന്നതിന് പിന്നാലെയാണ് ആണവായുധമൊന്നും കണ്ട് ഭയപ്പെടുന്ന രാജ്യമല്ല നമ്മുടെ രാജ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം ഇന്ന് എന്താണ് നടന്നത്? ഇന്ന് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട്, പാകിസ്ഥാന്റെ ഏറ്റവും അധികം ആക്രമണം നടന്ന, പാകിസ്ഥാനെ ഏറ്റവും അധികം അങ്ങോട്ട് ആക്രമിച്ച നമ്മുടെ സൈനിക വ്യോമത്താവളമായിട്ടുള്ള അധംപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പറന്നിറങ്ങിയിരിക്കുകയാണ്. സൈനികരുടെ കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം വാനോളം ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി അവരുടെ കൂടെ അവിടെ സംവദിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ അധംപൂർ വിമാനത്താവളമാണ് ഞങ്ങൾ തകർത്തേ എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അവിടെ ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി അവിടെ പറന്നിറങ്ങി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പടമെടുത്തിട്ട് കൊടുത്തു. ഇതാ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ്, അതായത് ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷ വേണ്ട നേതാവ് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അങ്ങനെ ഏറ്റവും അധികം സുരക്ഷയ്ക്ക് വേണ്ട ഒരു നേതാവ് ഇപ്പോഴും പാനിക് സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും ആ വ്യോമത്താവളത്തിൽ വന്നിറങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും ഒരു തിരിച്ചടി അല്ലെങ്കിൽ കൊടുക്കാൻ സജ്ജമായി നിൽക്കുന്ന ഒരു വ്യോമത്താവളത്തിൽ നിൽക്കുന്നു. പാകിസ്ഥാൻ ഏത് നിമിഷവും ആക്രമിച്ചേക്കാവുന്ന ഒരു വ്യോമത്താവളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിറങ്ങി നിൽക്കുമ്പോൾ മനസ്സിലാക്കണം നിങ്ങൾ ഇന്ത്യയുടെ റേഞ്ച് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ ആധംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തി. സൈനിക ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി മോദി പുലർച്ചെ ആധംപൂർ വ്യോമത്താവളത്തിൽ വിശ്രമവേളയിൽ പങ്കെടുത്തു. വ്യോമസേനയിലെ ധീരരായ സൈനികരുമായി അദ്ദേഹം നേരിട്ട് സംവാദം നടത്തി. വ്യോമസേന ഉദ്യോഗസ്ഥരോടൊപ്പം പ്രധാനമന്ത്രി ചെലവഴിച്ചു സമയം. നിലവിലെ സ്ഥിതിഗതികൾ സൈനികർ നേരിട്ട് മോദിയെ അറിയിച്ചു. ഇതിൽ പ്രധാനമന്ത്രി മോദിയുടെ ഒരു ചിത്രം വളരെ വൈറലായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു വ്യോമസേന വിമാനത്തിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ചിത്രമാണിത്. ഈ വിമാനത്തിന്റെ മുകളിൽ ഒരു മുദ്രാവാക്യം എഴുതിയിട്ടുണ്ട്. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ശത്രുവിന്റെ പൈലറ്റുമാർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ല? ചോദ്യചിഹ്നം. ഇതാണ് ആ വാക്യം എന്ന് പറയുന്നത്. എന്തായാലും ആദംപൂർ വ്യോമത്താവളം സന്ദർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഇന്ന് പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദംപൂർ വ്യോമ പ്രതിരോധ യൂണിറ്റ് ആക്രമിച്ച് നശിപ്പിച്ചതായിട്ടാണ് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. പാകിസ്ഥാന്റെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദിയുടെ VVIP വിമാനം ഇന്ന് ആദംപൂർ വ്യോമത്താവളത്തിൽ പറന്നിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി സൈന്യത്തിന്റെ ധീരതയാണ് ഏറ്റവും അധികം പ്രശംസിച്ചത്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി രാജ്യമെമ്പാടും ഒരു ത്രിവർണ്ണ പതാക യാത്ര നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഏകദേശം 100ഓളം ഭീകരരെ കൊന്നുകളഞ്ഞു എന്നാണ് ഔദ്യോഗികമായി നമ്മുടെ രാജ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് അധംപൂർ വിമാനത്താവളത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.